നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ തൃശൂർ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ 5ാം ഘട്ട കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി ആൻഡോ തൊറയനെ തിരഞ്ഞെടുത്തു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദൈവാലയത്തിലെ അമ്പതിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നടത്തി. സംസ്ഥാന ബഡ്ജറ്റിൽ കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിന് നിരവധി പദ്ധതികൾക്ക് തുക അനുവദിച്ചു. വാർത്തകൾ വിശദമായി. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ തൃശൂർ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ 5ാം ഘട്ട കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു. തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന നാട്ടിക നിയോജക മണ്ഡലതല ഉദ്ഘാടന പരിപാടി MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ റിൻഡോ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം കൗൺസിലർ ആതിര വ്യായാമം രക്തദാനം സന്ദേശം നൽകി. ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി അഡ്വക്കേറ്റ് പ്രിമോൻ P ഗീവർ NDPS നിയമം, ലഹരി വിരുദ്ധ ബോധവൽക്കരണം തുടങ്ങിയവയിൽ വിഷയാവതരണം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ധനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ വൈസ് പ്രസിഡന്റുമായ KS റഹ്മത്തുള്ള, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ നീന സുഭാഷ്, തളിക്കുളം പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ജോളി ബാബു, PTA പ്രസിഡന്റ് MS സജീഷ്, 6ാം വാർഡ് മെമ്പർ ബാബു വല്ലത്ത് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു. ഞാൻ കഴിഞ്ഞ വർഷത്തിലാണെങ്കിൽ നമ്മുടെ കടലോര പ്രദേശമായി സഞ്ചരിക്കുകയുണ്ടായി. അവിടെ പോലീസിന് പങ്കെടുത്തുള്ള ക്യാമ്പയിൻ നടക്കുന്നത് പങ്കെടുത്തു. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടിന്, അതുപോലെ നമ്മുടെ വീടുകളും സ്കൂളുകളും വീട്ടുകാരെയും നമ്മുടെ ഇതിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയുള്ള ഇടപെടലും ബന്ധപ്പെടലും ആവശ്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ടതുണ്ട്. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി ആൻഡോ തൊറയനെ തിരഞ്ഞെടുത്തു. തൃശൂർ DCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റും DCC ജനറൽ സെക്രട്ടറി KK ബാബുവും ചേർന്ന് താന്യം ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ആൻഡോ തൊറയന് നിയമന പത്രിക കൈമാറി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദൈവാലയത്തിലെ അമ്പതിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നടത്തി. വലപ്പാട് പോലീസ് SHO K അനിൽകുമാർ വിശുദ്ധ സെബാസ്ത്യാനോസ് സഹാദയുടെ 526ാം അമ്പതിരുനാളിനോടനുബന്ധിച്ച ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇടവക വികാരി റഫറൻ ഫാദർ ജെയിംസ് തട്ടിലിനോടൊപ്പം കൈക്കാരന്മാരായ ജോൺസൺ ANP, ഡെൻസൺ ഫ്രാൻസിസ്, ജിജോ ജോസ്, തിരുനാൾ ജനറൽ കൺവീനർ ഷിജോ പുത്തൂർ, ലൈറ്റ് ആൻഡ് സൗണ്ട് കൺവീനർ പോൾ ചാലിശ്ശേരി, ജോയിന്റ് കൺവീനർ വത്സൻ എലുവത്തിങ്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദീപാലങ്കാരം ഏകോപിപ്പിച്ചത്. 2026 ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. സംസ്ഥാന ബഡ്ജറ്റിൽ കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിന് നിരവധി പദ്ധതികൾക്ക് തുക അനുവദിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന് കമ്മ്യൂണിറ്റി തല സൗരോർജ്ജ ഉൽപാദനത്തിന്റെ പൈലറ്റ് പദ്ധതിയായി ഏറ്റെടുത്ത് 2 കോടി രൂപ അനുവദിച്ചതും, ഏറിയാട് ഗ്രാമപഞ്ചായത്തിലെ മുനക്കൽ ബീച്ചിനടുത്തുള്ള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന് വിവിധ നിർമ്മാണത്തിനായി 3 കോടി രൂപ അനുവദിച്ചതും, കൂടാതെ തീരദേശ സംരക്ഷണത്തിനായി തുക വകയിരുത്തിയതും അഭിമാനകരമായ നേട്ടമായി മാറി. മതിലകം പഞ്ചായത്തിലെ കൊടൂർ കലാ സാംസ്കാരിക കെട്ടിട നിർമ്മാണത്തിനായി 50 ലക്ഷം രൂപയും, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ 6ാം നമ്പർ നവജ്യോതി അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിനായി 25 ലക്ഷം രൂപയും, മണ്ഡലത്തിലെ ഏറിയാട് ITIയുടെ കെട്ടിട നിർമ്മാണത്തിനായി 70 ലക്ഷം രൂപയും, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ അരണായി പാലം നിർമ്മാണത്തിനായി 65 ലക്ഷം രൂപയും, എടത്തിരുത്തി പെരുമ്പടപ്പ് GLP സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനായി 2 കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പെരിഞ്ഞനം കൊറ്റംകുളം നവീകരണത്തിനായി 50 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അഴീക്കോട് മുനക്കൽ ബീച്ചിലേക്കുള്ള വിവിധ റോഡുകളുടെ നിർമ്മാണത്തിനായി 1 കോടി രൂപയും, ശ്രീനാരായണപുരം പഞ്ചായത്തിൽ പെരിബസാർ, കല്ലുംപുറം
SC കോളനി മുതൽ ആമണ്ടൂർ വരെ 1 കോടി രൂപയും തീരദേശ നിയോജക മണ്ഡലമായ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ കടൽ തീരത്ത് ടെട്രോപാഡ്, ജിയോ ട്യൂബ്, സംരക്ഷണ ഭിത്തി എന്നിവയുടെ നിർമ്മാണത്തിനായി 190 കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ പെരിഞ്ഞനം, പടിയൂർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചക്രപാളം നിർമ്മാണത്തിനായി 8 കോടി രൂപയും ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മണ്ഡലത്തിലെ അടിസ്ഥാന വികസനത്തിലൂന്നി മുഖച്ഛായ മാറ്റുന്ന ഒട്ടേറെ ഉൾനാടൻ റോഡുകൾക്ക് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. എറിയാട് മുത്തപ്പൻതറ ലിങ്ക് റോഡിന് 50 ലക്ഷം രൂപയും ശ്രീനാരായണപുരം പഞ്ചായത്തിലെ MR ത്രിമൂർത്തി മാസ്റ്റർ റോഡിന് 30 ലക്ഷം രൂപയും കയ്പമംഗലം പഞ്ചായത്തിലെ NH പള്ളിത്താനം റോഡിന് 30 ലക്ഷം രൂപയും കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ എയർപോർട്ട് റോഡിന് 40 ലക്ഷം രൂപയും എറിയാട് പഞ്ചായത്തിലെ അഹമ്മദ് വേലാമ്പടി റോഡിന് 25 ലക്ഷം രൂപയും എടവിലം ഗ്രാമപഞ്ചായത്തിലെ വേലങ്ങപ്പാടം നിർമ്മാണത്തിന് 30 ലക്ഷം രൂപയും എറിയാട് ഗ്രാമപഞ്ചായത്തിലെ SN നഗർ റോഡ് നിർമ്മാണത്തിന് 40 ലക്ഷം രൂപയും എടവിലം ഗ്രാമപഞ്ചായത്തിലെ കുഞ്ഞൈനി മലബാർ ഗിരിജം പാലം ലിങ്ക് റോഡ് നിർമ്മാണത്തിനും കാന നിർമ്മാണത്തിനുമായി 40 ലക്ഷം രൂപയും എറിയാട് ഗ്രാമപഞ്ചായത്ത് തന്നെ EMS റോഡ് നിർമ്മാണത്തിന് 50 ലക്ഷം രൂപയും കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാഞ്ഞാക്കൽ അപ്പ് റോഡ് നിർമ്മാണത്തിന് 25 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്ര മഹോത്സവം ജനുവരി 31 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് 6-ന് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റ് രാത്രി 8-ന് ശാസ്താംപാട്ട്, ഫെബ്രുവരി 1-ന് രാത്രി 8-ന് കൈകൊട്ടിക്കളി, 9 മണിക്ക് ഗാനമേള, ഫെബ്രുവരി 2-ന് രാത്രി 8-ന് വിവിധ കലാപരിപാടികൾ, ഫെബ്രുവരി 3-ന് രാവിലെ 8:30 മുതൽ പാൽക്കാവടി ആഘോഷം, രാത്രി 8-ന് ചിന്തുപാട്ട്, രാത്രി 8:15 മുതൽ ഭസ്മക്കാവടി, ഫെബ്രുവരി 4-ന് രാവിലെ 9:30-ന് പ്രഭാത ശീവേലി, വൈകിട്ട് 3 ഗജവീരന്മാരെ അണിനിരത്തി പകൽപൂരം, വൈകിട്ട് 7-ന് ദീപാരാധന, തകിൽ മേളം, തുടർന്ന് വർണ്ണമഴ, രാത്രി 8:30-ന് തായമ്പക, രാത്രി 10 മണിക്ക് പള്ളിവേട്ട, തുടർന്ന് രാത്രിപൂരം, ഫെബ്രുവരി 5-ന് രാവിലെ 9-ന് ആറാട്ട്, തുടർന്ന് ആറാട്ടുകഞ്ഞി വിതരണം എന്നിവയാണ് പ്രധാന പരിപാടികൾ. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് TM മുരളി, സെക്രട്ടറി TN അശോകൻ, കമ്മിറ്റി അംഗങ്ങളായ PK തമ്പി, TA ശ്രീജിത്ത്, ക്ഷേത്രം PRO KR സത്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കുഞ്ഞുത്സവം, അംഗനവാടി കലോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK സക്കറിയ അധ്യക്ഷത വഹിച്ചു. ശിശുവികസന പദ്ധതി ഓഫീസർ KK ലളിത മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസ മോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ലുബ്ന ജിനൂബ്, രശ്മി ശ്രീജിത്ത്, സന്ധ്യ രവീന്ദ്രൻ, PM സൈനുദ്ദീൻ, നഹീദ സലീം, ജിസ്നി ഷാച്ചി, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, ICDS സൂപ്പർവൈസർ KR വൈദേഹി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാട്ടുപാടാനും കളിക്കാനും ചിരിക്കാനും ഡാൻസ് കളിക്കാനും ആടാനും പാടാനും ചാടാനും പറയാനും വേണ്ടിയാണ് നമ്മുടെ കുഞ്ഞുത്സവം ആഘോഷമാക്കി തീർക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ എല്ലാ അംഗനവാടി കൊച്ചുമക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ നമ്മളുടെ എന്താണ് പ്രസംഗത്തിന് പ്രസക്തി ഇല്ല. എന്റെ മക്കളുടെ ഉള്ളിൽ ആഗ്രഹം എന്തായിരുന്നു? എന്റെ മക്കളുടെ ആഗ്രഹം എന്താണ്? കളിക്കണം അല്ലെ? കളിക്കണം, ഡാൻസ് ആടണം, ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പൊട്ടൊക്കെ ഇട്ട് ഭംഗിയായി എന്റെ മക്കളിവിടെ വന്നിരിക്കുക. ആ കുഞ്ഞുത്സവം നമ്മളിവിടെ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കാൻ മക്കളെല്ലാവരും വ്യഗ്രത കൂടിയിരിക്കുകയാണ്. മണത്തല ചന്ദനകുളം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയ്ക്കും കൊടിയേറ്റ് കാഴ്ചയ്ക്കും ആയിരങ്ങളെത്തി. പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ച മണത്തല സിംഗർ ലൈൻ ഒലീദ് നഗറിൽ നിന്ന് ആരംഭിച്ച് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ജാറത്തിലെത്തിച്ചേർന്നു. ഗജവീരന്മാർ, വാദ്യമേളങ്ങൾ, മുട്ടുംവിളി എന്നിവയുടെ അകമ്പടിയോടെയാണ് താബൂത്ത് കാഴ്ച ജാറത്തിലെത്തിയത്. അതേസമയം പുത്തങ്കടപ്പുറം, ബ്ലാങ്ങാട്, ചാവക്കാട് എന്നീ ദേശങ്ങളിൽ നിന്നുള്ള കൊടിയേറ്റ് കാഴ്ചകൾ ജാറത്തിലെത്തി കൊടിയേറ്റം നിർവഹിച്ചു.
തൃശൂർ റിംഗ് റോഡിൽ ഗോൾഡൻ മാർക്കറ്റിന്റെ പിൻവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞുകിടന്ന പറമ്പിലെ പുല്ലിന് തീപിടിച്ചു. സമീപത്ത് നിരവധി വീടുകളും കടകളും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മേയർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തൃശൂർ ശക്തൻ നഗറിലെ ശുചിമുറിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള നടപടിയുമായി കോർപ്പറേഷൻ. ആധുനികമായ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി നവീകരിച്ച ശുചിമുറി കോംപ്ലക്സ് നിർമ്മിക്കുമെന്നും നിലവിലെ കോംപ്ലക്സിന്റെ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മേയർ നിജി ജസ്റ്റിൻ അറിയിച്ചു. മേയർക്കൊപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TR സന്തോഷ്, ഷീന ചന്ദ്രൻ, ജേക്കബ് പുലിക്കോട്ടിൽ തുടങ്ങിയവരുമുണ്ടായി. അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് കാർത്തികവേല സംഘർഷത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റ സംഭവത്തിൽ പ്രതിയായ 17-കാരനെ അപ്രഹൻസ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് കാർത്തികവേല സംഘർഷത്തിനിടെ അന്തിക്കാട് മങ്ങാട്ടുകര സ്വദേശി പൊന്നിയാമ്പാലത്ത് വീട്ടിൽ ആദിത്യനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് നടപടി. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടിക്കെതിരെ ബാലനിധി നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഭർത്താവ് ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ഒപ്പമുണ്ടായിരുന്ന ഭാര്യയ്ക്ക് ദാരുണാന്ത്യം. ചാവക്കാട് തെക്കുംചേരി വെളിയങ്കോട് റഫീഖ് ഭാര്യ അജി എന്ന റിസീനയാണ് മരിച്ചത്. ഭർത്താവ് റഫീഖിനെ പരിക്കുകളോടെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ ഗുരുവായൂർ തെക്കേനടയിലായിരുന്നു അപകടം. റോഡിൽ പരിക്കേറ്റ് കിടന്നത് കണ്ട് പോലീസാണ് ആംബുലൻസ് വരുത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. ലോറികൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്തു നിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സോഡ ഗ്യാസ് സിലിണ്ടറുകളുമായി പോയിരുന്ന ലോറിയും കേച്ചേരിയിൽ നിന്ന് അക്കിക്കാവിലേക്ക് പോയിരുന്ന അരി കയറ്റിയ ലോറിയുമാണ് ഇടിച്ചത്. ഗ്യാസ് സിലിണ്ടർ ലോറിയിലെ ഡ്രൈവർ പന്തല്ലൂർ എട്ടാമ്പുറം സ്വദേശി ജാസൻ, സഹായി ചൊവ്വന്നൂർ കല്ലായി സ്വദേശി ഡേവിഡ് എന്നിവർ വാഹനത്തിന്റെ തകർന്ന ക്യാബിനുള്ളിൽ കുടുങ്ങി. ചുമട്ടുതൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ക്രെയിൻ ഉപയോഗിച്ച് വാഹനത്തിന്റെ മുൻവശം അടർത്തി നീക്കിയാണ് ഇരുവരെയും പുറത്തെടുത്തത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി ദേശീയപാതയിൽ 2 വ്യത്യസ്ത അപകടങ്ങളിൽ 6 പേർക്ക് പരിക്കേറ്റു. നടത്തറയിൽ ടൂറിസ്റ്റ് ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 5 വിദ്യാർത്ഥികൾക്ക് നിസാര പരിക്കേറ്റു. തമിഴ്നാട് ധർമ്മപുരിയിലെ ജയലക്ഷ്മി ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോയിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നിൽ വന്ന ബസ് ഇടിക്കുകയായിരുന്നു. നടത്തറ ജംഗ്ഷനിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പൊന്നിക്കര സ്വദേശി ഡിക്സനാണ് പരിക്കേറ്റത്. മുള്ളൂർക്കര മണ്ഡലംകുന്ന് കൂട്ട ആത്മഹത്യാശ്രമം. വിഷം കഴിച്ച 3 സഹോദരിമാരിൽ ഒരാൾ മരിച്ചു. 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 73 വയസ്സുള്ള സരോജിനിയാണ് മരിച്ചത്. 83 വയസ്സുള്ള ദേവകി, 80 വയസ്സുള്ള ജാനകി എന്നിവരെ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരെ രാവിലെ വീടിനു പുറത്തേക്ക് കാണാതായപ്പോൾ അയൽവാസികൾ അന്വേഷിച്ച സമയത്ത് അവശനിലയിൽ 3 പേരെയും വീടിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു സംഭവം നടന്നതിന് എന്താണ് കാരണമെന്ന് വ്യക്തമായിട്ടില്ല. പോലീസ് ഇതിന്റെ കാരണം അന്വേഷിച്ചു വരികയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ തൃശൂർ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ 5ാം ഘട്ട കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി ആന്റോ തൊറയനെ തിരഞ്ഞെടുത്തു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദൈവാലയത്തിലെ 50 തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നടത്തി. സംസ്ഥാന ബഡ്ജറ്റിൽ കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിന് നിരവധി പദ്ധതികൾക്ക് തുക അനുവദിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.